ഓപ്പറേഷൻ ക്ലീൻ പെരുമ്പാവൂർ പദ്ധതിയുടെ ഭാഗമായി നടത്തിയ പരിശോധനയിൽ 2.25 കിലോ കഞ്ചാവുമായി ഒരാൾ പിടിയിലായത് ഒഡീഷ സ്വദേശി രാഹുൽ ഡിഗൽ. ഒഡീഷയിൽ നിന്ന് 3000 രൂപയ്ക്ക് കഞ്ചാവ് വാങ്ങി കിലോയ്ക്ക് 25,000 രൂപയിലാണ് പ്രതി വിൽപ്പന നടത്തുന്നത്. നടൻ വിജയുടെ പിറന്നാൾ ആഘോഷത്തിനിടെ പൊള്ളലേറ്റ് കുട്ടിക്ക് ഗുരുതര പരിക്ക്. പൊള്ളലേറ്റത് കയ്യിൽ തീ കത്തിച്ച് സാഹസികമായി ഓട് പൊട്ടിക്കുന്നതിനിടെ. പിറന്നാളാഘോഷം സംഘടിപ്പിച്ചത് വിജയുടെ പാർട്ടിയായ തമിഴക വെട്രിക്കഴകം. കണ്ണൂർ പരിയാരത്ത് വിദ്യാർത്ഥി ബസ്സിൽ കുഴഞ്ഞു വീണു മരിച്ചത് പാപ്പിനിശ്ശേരി സ്വദേശി ശസിയ. കോളേജ് ബസ്സിൽ കയറിയതിനു പിന്നാലെ കുഴഞ്ഞു വീഴുകയായിരുന്നു. ജസ്ന മരിയ ജെയിംസിന്റെ തിരോധാനത്തിൽ CBI അന്വേഷണം പുനരാരംഭിച്ചു. സ്പെഷ്യൽ ടീം അന്വേഷിക്കുക. ആദ്യ അന്വേഷണത്തിൽ ശ്രദ്ധിക്കാതെ പോയ കാര്യങ്ങൾ. അന്വേഷണം പുനരാരംഭിച്ചത് CJM കോടതിയുടെ നിർദ്ദേശത്തെ തുടർന്ന്. പാല തൊടുപുഴ റൂട്ടിൽ നെല്ലാപ്പാറയിൽ ടൂറിസ്റ്റ് ബസ് മറിഞ്ഞു. നിരവധി പേർക്ക് പരിക്ക്. നാട്ടുകാരും പോലീസും അഗ്നിരക്ഷാസേനയും ചേർന്ന് പരിക്കേറ്റവരെ ആശുപത്രിയിലെത്തിച്ചു. തിരുവനന്തപുരം ഞെക്കാട് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ മുറ്റത്ത് ഗാന്ധി പ്രതിമ അനാച്ഛാദനം ചെയ്തു. ഗാന്ധി പ്രതിമ സ്ഥാപിച്ചത് സ്കൂളിലെ ഗാന്ധി ദർശൻ യൂണിറ്റിന്റെ സഹകരണത്തോടെ. ഗാന്ധി പ്രതിമ OS അംബിക MLA അനാച്ഛാദനം ചെയ്തു. ഗുരുവായൂരപ്പന് വഴിപാടായി തിരിച്ചറിയൽ കാർഡ് പ്രിന്റ് ചെയ്യാവുന്ന ഇലക്ട്രോണിക് ഉപകരണം. ക്ഷേത്രം കൊടിമര ചുവട്ടിൽ നടന്ന ചടങ്ങിൽ ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ, ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ PC ദിനേശൻ നമ്പൂതിരിപ്പാട് എന്നിവർ ചേർന്ന് ഉപകരണം ഏറ്റുവാങ്ങി. ഉപകരണം സമർപ്പിച്ചത് മലപ്പുറം പൊന്നാനി കടവനാട് ഹരിദാസൻ KP. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ജൂലൈ 1 മുതൽ VIP സ്പെഷ്യൽ ദർശനങ്ങൾക്ക് നിയന്ത്രണം രാവിലെ 6 മുതൽ ഉച്ചയ്ക്ക് 2 വരെ. ദേവസ്വം ഭരണസമിതിയുടെ തീരുമാനം ഭക്തജന തിരക്ക് കണക്കിലെടുത്ത്. 2 ലക്ഷം രൂപ വരെയുള്ള കർഷക വായ്പകൾ എഴുതിത്തള്ളുമെന്ന് തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി. എഴുതിത്തള്ളുക 2018 ഡിസംബർ 2023 ഡിസംബർ വരെയുള്ള വായ്പകൾ. ഗുണം ലഭിക്കുക 40 ലക്ഷത്തോളം കർഷകർക്ക്. കോളാർ സ്വർണ്ണഖനിയിൽ വീണ്ടും സ്വർണ്ണ ഖനനം ചെയ്യാൻ കർണാടക സർക്കാരിന്റെ അനുമതി. 13 ഖനികളിലാണ് വീണ്ടും സ്വർണം വേർതിരിക്കുക. 1 ടൺ മണ്ണിൽ നിന്ന് 1 ഗ്രാം സ്വർണം വേർതിരിക്കാനാകുമെന്ന പ്രതീക്ഷ. കള്ളക്കുറിച്ചി വിഷമദ്യ ദുരന്തത്തിൽ മരിച്ചവർക്ക് സർക്കാർ 10 ലക്ഷം പ്രഖ്യാപിച്ചതിനെതിരെ നടി കസ്തൂരി. വൻ തുക നൽകുന്നത് കുടുംബത്തെ പോലും നോക്കാതെ വ്യാജമദ്യം കഴിച്ചവർക്ക്. ജോലിയെടുക്കേണ്ട, കുടിക്കൂ, 10 ലക്ഷം നേടൂ എന്നതാണോ ദ്രാവിഡ മോഡലെന്നും കസ്തൂരി. പ്രതികരണം സമൂഹ മാധ്യമത്തിലൂടെ. ഹരിയാനയിലെ ഗുരുഗ്രാമിൽ ഫയർബോൾ നിർമ്മാണ ഫാക്ടറിയിൽ വൻ സ്ഫോടനം. 2 പേർ മരിച്ചു, 4 പേർക്ക് പരിക്കേറ്റു. 25ഓളം അഗ്നിശമന സേനയെത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. പത്തനംതിട്ട തെങ്ങമത്ത് പച്ചക്കറിക്കട കത്തി നശിച്ചു. തീപിടുത്തമുണ്ടായത് കടയുടമ കടയടച്ചു പോയതിനു ശേഷം. തീപിടുത്തത്തിൽ കടയ്ക്കകത്തുണ്ടായിരുന്ന പച്ചക്കറികൾ പൂർണ്ണമായും കത്തി നശിച്ചു.